മോനെ ഈ ഓഫ് റോഡിങ്ങിൻ്റെ ശരിക്കും ആ ഒരു സൗന്ദര്യവും ആ വണ്ടിയുടെ ആ ഒരു പവറും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ പോകണം. വെരി ഗുഡ്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് വാഗമണ്ണിൽ നിന്ന് കോട്ടമലയിലേക്കുള്ള റൂട്ടിലാണ്. അപ്പം ആദ്യം നമ്മൾ വാഗമൺ മെയിൻ ടൗണിൽ നിന്നും കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി കയറിയിട്ട് നമ്മൾ കോട്ടമലയ്ക്കുള്ള റൂട്ടിലേക്ക് തിരിഞ്ഞ് നമ്മളിപ്പം കോട്ടമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് വളരെ പ്രതാപം നിറഞ്ഞ കോട്ടമല എസ്റ്റേറ്റും ടീ ഫാക്ടറിയും പിന്നെ അവിടെ ഇഷ്ടംപോലെ തോട്ടം തൊഴിലാളികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ കോട്ടമല. അധികം അങ്ങനെ ആരും ഇവിടേക്കൊന്ന് യാത്ര ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാൻ അവിടെ ആ ഷോപ്പിൽ തിരക്കിയപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉളുപ്പണ്ണിക്ക് പോകാൻ പുള്ളിക്കാരൻ ചോറ്റുപാറ ചെന്നിട്ട് നമുക്ക് ഉളുപ്പണ്ണിക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതിയത് എന്തായാലും കോട്ടമല വന്നിട്ട് ഉളുപ്പണ്ണിക്ക് പോകാമെന്നാണ്. ഉളുപ്പണ്ണി അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് ഒക്കെ ഉള്ള പ്ലേസാണ്. പിന്നെ ഞാൻ യൂട്യൂബിൽ കുറച്ച് വ്ലോഗ് നോക്കിയപ്പോഴെന്താ ഇതാണ് കോട്ടമലയിലെ പോസ്റ്റ് ഓഫീസ് കേട്ടോ. ഈ പോസ്റ്റ് ഓഫീസിൻ്റെ അവസ്ഥ കണ്ടോ? കോട്ടമല പോസ്റ്റ് ഓഫീസ് 685502. എന്നെ വീണ്ടും വീണ്ടും ഈ ഇടുക്കിയും ഈ വാഗമണ്ണും ഈ കുട്ടിക്കാനവും ഈ ഏരിയയൊക്കെ എന്നെ പിന്നെ മാടി വിളിക്കുന്നത് ഇവിടുത്തെ എൻ്റെ ആത്മാവിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ബ്യൂട്ടിയാണ് ഈ പച്ചപ്പ്. എനിക്ക് ഈ ഒരു കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയറാണ് ഗൈസ് ഇഷ്ടം. ഇതാണോ കോട്ടമല? ഇതാണോ കോട്ടമല? നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ എക്സാക്റ്റ് കോട്ടമല ഞങ്ങൾ കോട്ടമലയിൽ നിന്ന് ഉളുപ്പണ്ണിക്ക് പോകുന്ന റൂട്ട്. ഓഫ് റോഡ് ബൈക്കിൽ പോകാലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ബൈക്കിൽ പോകാലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എവിടേക്കാണ് നമ്മൾ ശരിക്കും? കോട്ടമല ഇതാണോ എക്സാക്ട്ലി? രണ്ടാം ഡിവിഷനോ? മറ്റേ മെയിൻ മറ്റേ പഴയ പന്തുകളും ഒരു വോളിബോളൊക്കെ പണ്ട് നടക്കുന്ന ഒരു സ്പോട്ടുണ്ടല്ലോ, അമ്പലമൊക്കെ ആയിട്ട്. അത് ഇതുവഴി ഇറങ്ങി പോകണം അല്ലേ? അപ്പം നമുക്ക് ഉളുപ്പണ്ണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏത് റൂട്ട് പിടിക്കണം? ഈ റൂട്ട് തിരിച്ചു വന്നിട്ട് പോകണം അല്ലേ? ആണല്ലേ? ഈ റൂട്ട് പോയാലേ പറ്റത്തുള്ളൂ. എവിടെ അങ്ങേയറ്റോ? ഓക്കെ. ജീപ്പ് ഓക്കെ ഓക്കെ ഓക്കെ. ആണ് ബൈക്ക് കയറാൻ പാടായിരിക്കും അല്ലേ? നമ്മുടെ കോട്ടമല അമ്പലത്തിൻ്റെ അവിടെ വഴി അത് താഴെ കൂടെ? ഓക്കെ. ബാക്ക് സൈഡിൽ ചെല്ലാം അല്ലേ? ടണല് അത് ആ റൂട്ട് തന്നെ അല്ലേ? ശരി ഓക്കെ. ഇത് മലമുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് പോകണം. കയറാൻ പറ്റുമല്ലേ? ശരി ഓക്കെ ഏട്ടാ, താങ്ക്സ്. ഞങ്ങൾ ഹരിപ്പാട്. എന്തോ ജീപ്പ്? ജീപ്പ് നല്ല കീറിയായിരിക്കും വരുന്നത് അല്ലേ? ജീപ്പ് നല്ല കീറിയായിരിക്കും വരുന്നത്. മനസ്സിലായി. ശരി ഏട്ടാ, ഓക്കെ, താങ്ക് യു. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല വഴിയാണ് കേട്ടോ. നല്ലതായിട്ട് ടാറിങ് ഒക്കെ ചെയ്ത് കിടപ്പുണ്ട്. ചെറിയ തണുപ്പുണ്ട്. അധികം ക്രൗഡില്ല, ട്രാഫിക് ഇല്ല. സോളോ ഒക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു റൂട്ടാണെന്ന് തോന്നുന്നു. അയ്യോ ബോഗൺവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ റീസെൻ്റ്ലി ഈ തണൽ മരങ്ങളെല്ലാം വെട്ടിക്കളയാണ്. ബിക്കോസ് വണ്ടികൾക്കൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ശരിക്കും കോട്ടമല. ഓക്കെ,
കൂവലേറ്റത്തേക്കുള്ള വഴിയാണത്. ഓഹോ, ഓക്കെ. ഈ നേരെ കിടക്കുന്ന വഴിയാണ് ഉളുപ്പുണ്ണിക്ക്. അതെ. പിന്നെ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ആറൊക്കെ ഒഴുകുന്നുണ്ട് ബ്രോ. ഒരു കാലത്ത് വളരെ പ്രൗഢിയുള്ളൊരു സ്ഥലമായിരുന്നു ശരിക്കും. ഇത് ഒരു കൊളുന്ത് പുരയാണ്. ദാറ്റ് മീൻസ് തേയിലയൊക്കെ തൂക്കുന്നത്. ഇവിടെയൊന്നും ഇപ്പം എസ്റ്റേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ. അപ്പം നമ്മൾ വന്ന റൂട്ടത്. ആ റൂട്ടാണ് നമ്മൾ കോട്ടമല ആ റൂട്ടിലേക്ക് വന്ന്. ഇത് മൂല കൂവലേറ്റം പോകുന്ന വഴിയല്ലേ. അവർ പറഞ്ഞനുസരിച്ചിട്ട് ഉളുപ്പുണ്ണിക്ക് താഴേക്കാണ്. നമുക്ക് എന്തായാലും ഇറങ്ങാം. ഈ സഫാരിക്കാരെ ജസ്റ്റ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഇവരെ ഫോളോ ചെയ്താലോ? അവരുടെ ലോകമാണല്ലോ, നമുക്ക് അവരെ വെറുതെ വിട്ടേ പറ്റൂ. ഓക്കെ. ഞാനും ലുക്മാനും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിൽ ഇറങ്ങി. നിൻ്റെ വണ്ടി ഏതായിരുന്നു ബ്രോ? RS അല്ലേ? RS 200 പൾസർ. പക്ഷേ അവൻ കുറച്ച് ദിവസങ്ങളായിട്ട് വണ്ടി എടുക്കാതിരുന്നപ്പോഴത്തേക്ക് അതിൻ്റെ പെട്രോൾ ടാങ്ക് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. സോ ഞങ്ങളത് വിട്ടു. പൊളിച്ചടുക്കും അവർ. പോട്ടെ. വെരി നൈസ്. ഗൈസ്, നല്ല തമിഴ് പാട്ടിൻ്റെ ആ ഒരു ഓളത്തിൽ വണ്ടിയിലിരിക്കുന്നവരും ആ ഒരു ഓളത്തിലാണ് പോകുന്നത്. എനിവേ, ശരിക്കും ഇത് നല്ലൊരു എക്സ്പീരിയൻസ്ഫുൾ ആയിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ്. ഒരുപക്ഷെ എന്നെപ്പോലുള്ള വ്യക്തിയൊക്കെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഔട്ട്ഡേറ്റഡ് ആയ യാത്രാ വിവരണമൊക്കെ തരുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടായിരിക്കും. ആ വണ്ടിയൊക്കെ നിന്ന് പോകുന്ന കണ്ടില്ലേ? സ്ഥലത്തിൻ്റെതല്ലല്ലോ കുഴപ്പം. പോട്ടെ പോട്ടെ. ഓക്കെ. അജീബൊക്കെ അടിച്ച് കയറി വരും മിക്കവാറും. ഇല്ല, ഇറ്റ്സ് ഓക്കെ, ഞാനെടുത്തോളാം. മോനെ, ഈ ഓഫ് റോഡിങ്ങിൻ്റെ ശരിക്കും ആ ഒരു സൗന്ദര്യവും ആ വണ്ടിയുടെ ആ ഒരു പവറും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ പോകണം. വെരി ഗുഡ്. ലുക്മാൻ നേരെ പോയിട്ടുണ്ട്. എനിവേ, നമുക്ക് അവനെ ഫോളോ ചെയ്യാം. Very nice. Okay. ശരിക്കും ഈ ക്ഷമ ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ലേയിലേക്കൊക്കെ പോകുമ്പോൾ പണ്ട് ഇടയ്ക്ക് ലേ ടു കാർഗിൽ പോകുമ്പോൾ ഇടയ്ക്കൊരു ബുദ്ഖർബൂനൊക്കെ മുമ്പ് ഒരു ക്യാപ്റ്റൻ മോഡുണ്ട്.
ക്യാപ്റ്റൻ മോഡാണോ ജിലേബി മോഡ്. ആ ജിലേബി മോഡ് പണ്ട് ഇതില്ലായിരുന്നു. ദാറ്റ് മീൻസ് നല്ല റോഡല്ലായിരുന്നു. അപ്പം നമ്മളിങ്ങനെ വണ്ടികൾക്ക് വേണ്ടി നിർത്തി കൊടുത്ത് മാൻ യാ. ഓക്കെ, ഇടുക്കി ഡാം ഉണ്ട് കേട്ടോ. ഫൈൻ. വണ്ടി കയറി ബട്ട് സിംഗിൾ, ഓൾവേസ് സിംഗിൾ. ശരിക്കും ഇടുക്കി ഡാമേ, ഇത് ഇടുക്കി ഡാമിൻ്റെ റിസർവെയർ എന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പം മറ്റേ ആ അമ്പലമേടെന്നാണോ എൻ്റെ സ്ഥല പേര്? ഓക്കെ, ടണൽ വരുന്ന വഴി ഏതാ? ടണലും റൈറ്റോട്ട് പോകണം അല്ലേ? ഇതുവഴി താഴോട്ട് ഇറങ്ങി ആ റോഡ് കിട്ടുമോ? ടണൽ കിട്ടുമോ? റിസ്ക് അല്ലേ? ബെറ്റർ ഇത് തന്നെ പോകുന്നതായിരിക്കും അല്ലേ? ശരി, ഓക്കെ. ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞത് കുറ്റ്യാനിമുക്ക് എന്നാണ് ഈ സ്ഥലപ്പേര്. ഇത് ഇടുക്കി ഡാമിൻ്റെ വ്യൂ പോയിൻ്റാണ്. ഇറ്റ്സ് ഗുഡ്. ഫുള്ള് ജീപ്പിൻ്റെ കളിയാണ്. ശരിക്കും വ്യൂ ഒന്ന് നോക്കിയേക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളങ്ങനെ കുറ്റ്യാനിമുക്ക് കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുവാണേ. കയറി വന്നപ്പോൾ നല്ല ഹെക്റ്റിക്കായിട്ട് ഫീൽ ചെയ്തെങ്കിലും ബട്ട് ഇറ്റ്സ് ലൈറ്റ്. ഇറ്റ്സ് ഓക്കെ. ഫൈൻ. മൈ ഗോഡ്, ഗ്രേറ്റ് ഫീലിങ്സ് മാൻ. സത്രം ഒന്നുമല്ല, അത്രേ ഉള്ളൂ അല്ലേ? പക്ഷെ സത്രത്തിൽ ഇടയ്ക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടോടാ? ഉണ്ട്. ഓഫ് റോഡ് ആയിരുന്നു, പക്ഷെ ഇപ്പം അല്ല അല്ലേ? ഗ്ലാൻസാ? വഴിയില്ല. ഇതാണ് കൂടുതലും ജീപ്പ് പോയേക്കുന്ന വഴി. എന്തായാലും ഇത് എവിടെ എത്തുന്നോ അവിടെ പോവാം. ഇവിടെ പോകുന്നത് ജീപ്പാണ് കേട്ടോ. KL 35K 65-25. നൈസ്. സൂക്ഷിക്കണം. ഗൈസ്, ഈ റൂട്ടിനകത്തുള്ള ഒരു ടണലുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് നടന്ന് ആ ടണലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.